ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും പിന്നാലെ പ്രമുഖ ടെക് സ്ഥാപനമായ IBM 8,000 ജീവനക്കാരെ കുറയ്ക്കാൻ ഒരുങ്ങുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗം കൂട്ടുന്നതുവഴി തൊഴിൽ നഷ്ടപ്പെടുന്നവരിൽ അധികവും HR ഡിപ്പാർട്ട്മെന്റിലുള്ളവർ. ജെൻ AI വിപുലമായി ഉപയോഗിക്കാൻ പോവുകയാണെന്ന് TCS. ഇന്ത്യക്കാർ കുടിച്ചു പറ്റിക്കുന്നത് എത്ര കോടികളാണെന്ന് ഊഹിക്കാൻ അവസരം നൽകി ഏതാനും പുതിയ കണക്കുകൾ. പെപ്സിക്കോ ഇന്ത്യയുടെ 2024 കലണ്ടർ വർഷത്തെ വരുമാനം 8,877 കോടി രൂപ, ലാഭം 1,172 കോടി. കൊക്കക്കോള ഇന്ത്യയുടെ ഇന്ത്യൻ ബ്രാൻഡായ ലിംക കഴിഞ്ഞ വർഷം നേടിയ വരുമാനം 2,800 കോടി രൂപ. മൺസൂൺ നേരത്തെ തുടങ്ങിയതിന്റെ പ്രയാസം പറച്ചിലിനൊപ്പം വിലക്കയറ്റ മുന്നറിയിപ്പ് വന്നു തുടങ്ങി. മഹാരാഷ്ട്രയിലെ വിളനാശം, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നിവയുടെ വില ഉയർത്തും. ഇത് ഹോട്ടൽ ഭക്ഷണ ബിൽ തുകയും കൂട്ടും. മഴ മൂലം ഖാരിഫ് വിത പ്രശ്നത്തിൽ. നേരത്തെ എത്തിയ മഴ AC അടക്കം ഗാർഹിക ഉപകരണങ്ങളുടെ വിൽപ്പനയെ സാരമായി ബാധിച്ചിരുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ അമേരിക്കൻ പഠനം കർക്കശമായി നിയന്ത്രിക്കുന്ന ട്രംപ് സമീപനം അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് വിദഗ്ധർ. US-ന്റെ സാമ്പത്തിക മുന്നേറ്റത്തിനും നൂതന കണ്ടുപിടുത്തങ്ങൾക്കും വിദേശ വിദ്യാർത്ഥികൾ നിർണായക സഹായം നൽകിയിട്ടുണ്ടെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ. ഇന്ത്യയും അമേരിക്കയുമായി വ്യാപാര ചുങ്കത്തിൽ 1 മാസത്തിനുള്ളിൽ ഇടക്കാല കരാർ രൂപപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ സംഘം ഒരാഴ്ച മുമ്പ് വാഷിംഗ്ടണിൽ ചർച്ച നടത്തിയിരുന്നു. US ഉദ്യോഗസ്ഥ സംഘം അടുത്ത മാസം ചർച്ചകൾക്ക് ഇന്ത്യയിലെത്തും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.